മരത്തിലോ റൺവേക്ക് തൊട്ടടുത്തുള്ള മരത്തിലോ ഇടിച്ച് തകർന്നു വീണു. വാർത്താ ഏജൻസി ANI നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തീ അണയ്ക്കാൻ വിമാനം തകർന്നു വീണു പടർന്ന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. കഴിയുന്നത്ര ആളുകളെ വിമാനത്തിൽ നിന്ന് പരിക്കുകളോടെയെങ്കിലും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. സ്ട്രക്ചറിൽ ആളുകളെ കൊണ്ടുപോകുന്നതിലെ ദൃശ്യങ്ങൾ അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി 2016 മുതൽ 2021 വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണി വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ അപകടമുണ്ടായത്. പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തന സംവിധാനങ്ങളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലണ്ടനിലേക്ക് പോവുകയായിരുന്നു ഈ വിമാനം. പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ ഏതാണ്ട് 845 അടി, 900 അടിക്ക് താഴെ എത്തിയപ്പോൾ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഇതിന് തൊട്ടടുത്തുള്ള ഒരു കാർഗോ സംവിധാനത്തിന്റെ മുകളിലേക്കാണ് ഇത് തകർന്നു വീണത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. നേരത്തെ ലഭിച്ച നിശ്ചല ചിത്രങ്ങളിൽ ചില കെട്ടിടങ്ങൾക്ക് മുകളിൽ ഈ വിമാനത്തിന്റെ ഭാഗങ്ങൾ, പിൻഭാഗം, ചിറകുകളൊക്കെ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും കാണാമായിരുന്നു. കാര്യമായി പുക ഉയരുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ നിന്ന്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ധനേഷൊക്കെ സൂചിപ്പിച്ചതുപോലെ പറന്നുയർന്ന വിമാനമാണ്, ദീർഘദൂര യാത്രയാണ്, ലണ്ടൻ വരെ പോകേണ്ടതാണ്.